വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായി ഞാനൊരു സ്റ്റിച്ചിങ്ങിൻ്റെ ഡിസൈനിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തവണ ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ എംബ്രോയിഡറി ഒന്നും അറിയാത്തവർക്ക് നമ്മൾ നോർമൽ തയ്യൽ മെഷീനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡിസൈൻ ഒന്ന് കാണിക്കാന്നുള്ളത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞ ഒരു പഴയ സാരിയാണ്, എൻ്റെ അമ്മമ്മയുടെ ഒരു പഴയ സാരി ആയിരുന്നു കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനൊരു യോക്ക് പീസിൽ ഒരു ചെറിയൊരു എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാന്നുള്ളത് കേട്ടോ. അപ്പം ഞാനിതാ നമ്മുടെ ആദ്യം യോക്ക് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കയ്യിൽ എന്താ പറയുക, വീട്ടിൽ നിന്ന് തന്നെ ഡിസൈനൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ആദ്യം യോക്ക് പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നെക്കൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്കത് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ ഡിസൈൻ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് നെക്കൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇതിൻ്റെ ലൈനിങ്ങും ഒക്കെ ഈ ഒരു സാരിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. യോക്ക് പീസിന് ആവശ്യമുള്ള ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഇതേ സാരിയിൽ നിന്ന് തന്നെയാണ് കട്ട് ചെയ്തെടുത്തത്. അതുപോലെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാം. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയിട്ടൊന്നും ചെയ്തൊരു വീഡിയോ നല്ല ഇത്, പക്ഷേ ഇതിൻ്റെ റിസൾട്ട് നല്ല അടിപൊളി ആയതുകൊണ്ട് മാത്രം ഞാൻ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ വീഡിയോയുടെ അവസാനം വരെ ഒന്ന് കാണാം. ഞാനത് യോക്ക് പീസിൻ്റെ നെക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് നെക്കൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ബോബനിലേക്ക് ഇതേപോലെ എംബ്രോയിഡറി നൂല് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ നൂല് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിൽ നോർമൽ ത്രെഡ് നമ്മൾ മെഷീനിൽ തന്നെ അത് ബോബിനകത്തേക്ക് കയറ്റി നമ്മൾ എന്താ പറയുക അത് ഫില്ല് ചെയ്ത് കൊടുക്കും. പക്ഷെ ഇത് ഞാൻ എംബ്രോയിഡറി നൂലാകുമ്പോൾ നമ്മളത് കൈ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചുറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ. അത് ഫുള്ളായിട്ടൊന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ കേസിലേക്ക് ഇട്ടിട്ട് അതിലേക്കൊന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അതേ രീതിയിൽ തന്നെ നൂല് മാത്രം മാറ്റുന്നേ ഉള്ളൂ. ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് ടൈറ്റ് ആയിരിക്കും. ആ ഒരു എന്താ പറയുക ഗ്യാപ്പിലൂടെ ആ നൂലൊന്ന് പുറത്തേക്ക് വരാൻ കുറച്ച് ടൈറ്റ് ആകും. അപ്പോൾ നമ്മൾ ആ സ്ക്രൂ ഉണ്ടല്ലോ നമ്മളെ ബോബിനുള്ള കേസിനുള്ള ആ ഒരു സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസായി പോകാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആകാനും പാടില്ല. ആ ഒരു നമുക്ക് മനസ്സിലാവുമല്ലോ ആ ഒരു ത്രെഡ് പുറത്തേക്ക് വലിക്കുമ്പോൾ ആ ഒരു രീതിയിലൊന്ന് സ്ക്രൂ ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം എന്താ പറയുക നമ്മുടെ കേസ് ഒന്ന് റെഡിയാക്കി വെക്കാം. അതിനുശേഷം നമ്മുടെ ലൈനിങ്ങിൻ്റെ വശം ഉണ്ടല്ലോ, ഇത് ലൈനിങ്ങിൻ്റെ വശമാണ് കേട്ടോ, മോശം വശമാണിത്. അപ്പോൾ ലൈനിങ്ങിലേക്ക് നമുക്ക് നമ്മുടെ എംബ്രോയിഡറിയുടെ ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ വരക്കാൻ അറിയുന്നവരാണെങ്കിൽ നല്ല അടിപൊളി ഡിസൈനൊക്കെ വരച്ചു കൊടുക്കുക കേട്ടോ. എനിക്ക് വരക്കാൻ അറിയാത്തത് കൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനൊരു ഡിസൈൻ അങ്ങ് വരച്ചു കൊടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വ്യക്തമായ അങ്ങനെ ഭയങ്കര പ്ലാനിങ്ങോട് കൂടി ചെയ്തതൊന്നുമല്ല ഇത്. ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തോന്നുന്ന ഒരു ഐഡിയയിൽ എനിക്ക് ഏതാണോ എളുപ്പം ഏതാണോ ഈസി അങ്ങനെ എന്ത് ചെയ്താലാണ് എന്നെക്കൊണ്ട് പറ്റുക എന്നുള്ളൊരു ഇതുള്ളത് അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ മുന്നേ ഞാൻ ചെയ്ത് നോക്കിയ വർക്കോ കാര്യങ്ങളൊന്നും അല്ല ഇത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത് ഇത്രയേ ഉള്ളൂ എന്നുള്ള കാര്യം എനിക്കറിയാം. എൻ്റെ കഴിവ് എനിക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാമല്ലോ. അങ്ങനെ ഞാൻ ആ ഒരു ചില്ല പോലെ കുറച്ച് ചില്ലകളൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മുകളിൽ വെക്കുന്ന നൂല് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കേസിനകത്ത് നമ്മൾ എംബ്രോയിഡറി നൂല് ഏത് കളറാണോ എടുത്തത് സെയിം കളർ തന്നെ നമ്മൾ മുകളിലെ നൂലും കൂടി വെക്കാൻ ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ രണ്ടും രണ്ട് വേറെ വേറെ കളറായി പോകാൻ പാടില്ല. അതിനുശേഷം നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വരച്ചു കൊടുത്ത ലൈൻസ് ഉണ്ടല്ലോ, വരച്ചു കൊടുത്ത ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അതിലൂടെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ചൊരു പ്രയാസമായിട്ട് തോന്നും. പക്ഷെ 2-3 തവണ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും. ആ സ്റ്റിച്ച് ചെയ്യേണ്ട ആ ഒരു രീതിയും ആ ഒരു ടൈമിങ്ങും ഒക്കെ നമുക്ക് മനസ്സിലാവും. ഇതേപോലെ ഞാൻ നമ്മുടെ വരച്ചു കൊടുത്ത അതേ ലൈൻസിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ തുണി പുറത്തേക്ക് വലിക്കുമ്പോൾ ഒരുപാട് തുണി പുറത്തേക്ക് വല്ലാണ്ട് വലിച്ചു പോകാൻ പാടില്ല കേട്ടോ. കാരണം നമ്മൾ അടിയിൽ കിടക്കുന്ന ആ ഒരു എംബ്രോയിഡറിയുടെ നൂലുണ്ടല്ലോ അത് അത്രയും വേസ്റ്റ് ആയി പോകും. കുറച്ച് മാത്രം ഒന്ന് പുറത്തേക്ക് എടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഞാൻ വരച്ചു കൊടുത്ത അതേ ലൈൻസിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യേ ഇതൊക്കെ എന്താ ഇത്ര വലിയ ഭംഗി കാണാൻ വേണ്ടിയിട്ട് പിന്നെ കൊള്ളില്ല എന്നൊക്കെ തോന്നും. പക്ഷെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ എങ്ങനെയുണ്ട് എന്നുള്ളതിലൊക്കെ. അതിനുശേഷം ഞാനിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ കുറച്ച് സ്റ്റോൺസ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റോൺസ് ഒക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി വേറൊരു വർക്ക് ചെയ്തതിൻ്റെ ബാലൻസ് വെച്ചത് ഞാൻ ഇതിന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇതുപോലെ നമ്മൾ നല്ല ഡ്രസ്സിനൊക്കെ ഒന്ന് ചെയ്യുന്നതാണെങ്കിൽ നല്ല അടിപൊളി ത്രെഡ് ഹൗസ് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്റ്റോൺസ് ഇഷ്ടം പോലെ കിടക്കും, നമുക്ക് കിട്ടും. എന്താ പറയുക, വെറൈറ്റി കളേഴ്സിലും അതുപോലെ സൈസിലും ഡിസൈൻസിലും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും അവർക്ക് എത്ര നല്ല അടിപൊളി സ്റ്റോൺസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളത്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് ഞാൻ ഇത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ വ്യക്തമായി പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ഞാൻ ചെയ്തൊരു വർക്കായിരുന്നു ഇത്. അപ്പോൾ ഇതേപോലെ ഞാൻ
നമ്മുടെ ഗ്യാപ്പിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഫ്ലവർ ആയിട്ടും പിന്നെ കുറച്ച് ലീഫായിട്ടും ഒക്കെ ആ ഒരു സ്ഥലത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗം എടുക്കുമ്പോൾ അതുപോലെ ഫാബ്രിക് ഗ്ലൂ എടുക്കുമ്പോൾ നല്ല എന്താ പറയുക ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ഗ്ലൂ തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നോർമൽ ഗ്ലൂലൊന്നും ഇത് കൊണ്ടുപോയി തുണിയിലൊന്നും ഒട്ടിച്ചേക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതാ ഈ ഒരു രീതിയിൽ ഫ്രോക്കാണ് കേട്ടോ, ഫ്രില്ല് സ്ലീവ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.